പോലീസ് വേഷത്തിൽ തട്ടിപ്പ് നടത്തിയ 5-അംഗ സംഘം കൊച്ചിയിൽ അറസ്റ്റിലായ വാർത്തയാണ് ഇന്നത്തെ ആദ്യ ക്രൈം റിപ്പോർട്ട്. സ്ത്രീകളെ ഉപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്താണ് സംഘം പണം തട്ടുന്നത്. പെരുമ്പാവൂർ സ്വദേശിയായ വ്യാപാരിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് 5 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്നാണ് കേസ്. പണം നൽകാമെന്ന വ്യാജേനയാണ് പോലീസ് ഈ സംഘത്തെ കുടുക്കിയത്. എറണാകുളം സ്വദേശി പോലീസിന് നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ നീക്കങ്ങളാണ് പ്രതികളെ വലയിലാക്കിയത്. പരാതിക്കാരൻ തട്ടിപ്പിനിരയായ വിധം ഇങ്ങനെ: BMW കാർ വാങ്ങാൻ തീരുമാനിച്ച പരാതിക്കാരനെ ഡീലർ എന്ന വ്യാജേന യുവതി സമീപിക്കുന്നു. ബാംഗ്ലൂരിൽ കമ്പനി നടത്തുന്ന വാഹന പ്രദർശനത്തിലേക്ക് ക്ഷണിക്കുന്നു. വിമാന ടിക്കറ്റും താമസവും കമ്പനി ചെലവിലാണെന്ന ഓഫറോടെയായിരുന്നു ക്ഷണം. ബാംഗ്ലൂരിലെ ഹോട്ടലിൽ വെച്ച് യുവതി വെള്ളപ്പൊടി അടങ്ങുന്ന കവർ കൈമാറുന്നു. കർണാടക പോലീസിന്റെ യൂണിഫോം ധരിച്ച് റൂമിലെത്തുന്ന തട്ടിപ്പ് സംഘം ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം ആവശ്യപ്പെടുകയായിരുന്നു. മയക്കുമരുന്ന് പിടിച്ചെടുത്തെന്ന് ഭീഷണിപ്പെടുത്തി 2 കോടി രൂപയാണ് പരാതിക്കാരനോട് ഇവർ ആവശ്യപ്പെട്ടത്. പണം കൊച്ചിയിൽ നൽകാമെന്ന് ഉറപ്പ് നൽകി മടങ്ങി പോലീസിന് പരാതി നൽകുകയായിരുന്നു. 5 ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 30 ലക്ഷം രൂപ ഒരാളിനെ 35 ലക്ഷം രൂപ തട്ടിച്ചെടുക്കുന്നത് മനസ്സിലായിട്ടുണ്ട്. 20 ലക്ഷം രൂപ തട്ടിച്ചെടുക്കുന്നത് മനസ്സിലായിട്ടുണ്ട്. അതുകൂടാതെ പലരും ഇപ്പോൾ ഇതിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട പലരും എത്ര കൊടുത്തു എന്നുള്ളത് ഒരു തുകകളെ ഏറ്റക്കുറിച്ച് പറഞ്ഞേക്കാൻ തരുന്നത്. DIG വേഷത്തിലെത്തിയ കൊച്ചി സ്വദേശി നാരായൺ ദാസാണ് സംഘത്തലവൻ. പിടിയിലായപ്പോൾ സായി ശങ്കർ CIയുടെ വേഷത്തിലും സമീർ SIയുടെ വേഷത്തിലുമായിരുന്നു. പെരുമ്പാവൂർ സ്വദേശിനി മയൂഖിയാണ് തട്ടിപ്പിൽ ഇവരുടെ സഹായി. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങളും 15 മൊബൈൽ ഫോണുകളും 5 വയർലെസ് സെറ്റുകളും വിലങ്ങുകളും യൂണിഫോമും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ സായി ശങ്കറിന് തൃപ്പൂണിത്തുറയിൽ കോടികൾ വിലമതിക്കുന്ന വീടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ശരണാശ്രമത്തിൽ ആദിവാസി ബാലന്മാർക്ക് ക്രൂരമർദ്ദനം. പത്തനംതിട്ട പെരുന്നാട്ടിലെ ശബരി ശരണാശ്രമത്തിലാണ് സംഭവം. മർദ്ദനമേറ്റ കുട്ടികളെ പെരുന്നാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. പത്തനംതിട്ടയിൽ നിന്ന് ലെസ്ലി ജോണിന്റെ റിപ്പോർട്ട്. ഹിന്ദു ഐക്യവേദി രക്ഷാധികാരി കുമ്മനം രാജശേഖരൻ അധ്യക്ഷനായ റാന്നി പെരുന്നാട്ടിലെ ശബരി ശരണാശ്രമത്തിൽ താമസിച്ചു വന്നിരുന്ന 2 ആദിവാസി കുട്ടികൾക്കാണ് അധികൃതരിൽ നിന്നും ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നതായി പരാതി ഉയർന്നിരിക്കുന്നത്. നിലയ്ക്കലിൽ താമസക്കാരായ വിജയ ശാരദ ദമ്പതികളുടെ മകൻ ബിജുവും അജയൻ രജനി ദമ്പതികളുടെ മകൻ അർജുനുമാണ് ക്രൂരമായ മർദ്ദനമേറ്റത്. ഇരുവരെയും പെരുന്നാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. ഒരാഴ്ച മുമ്പാണ് ശരണാശ്രമത്തിൽ വനിതാ വിഭാഗം പ്രവർത്തക കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാമെന്ന് പറഞ്ഞ് ഇവരെ കൂട്ടിക്കൊണ്ടുപോയത്. ബുധനാഴ്ച വൈകിട്ട് കുട്ടികളെ കൊണ്ടുപോയ സ്ത്രീ ഫോൺ ചെയ്തതിനെ തുടർന്ന് ശരണാശ്രമത്തിൽ മാതാപിതാക്കൾ എത്തിയപ്പോഴാണ് കുട്ടികളെ അവശനിലയിൽ കണ്ടെത്തിയത്. തന്റെ മുന്നിൽ വെച്ച് ഒരാൾ കുട്ടിയെ മർദ്ദിച്ചെന്നും അജയന്റെ മാതാവ് രജനി പറഞ്ഞു. എന്റെ അമ്മയാണെന്നാണെങ്കിൽ എന്നെ ഒന്ന് അങ്ങ് കൊണ്ടുവല്ലെന്നാണ് എന്നെ കൊന്നിട്ടങ്ങ് പോവാൻ. എന്നെ മോനെ ചോദിച്ചപ്പോൾ കുഞ്ഞു നാവി എല്ലാം പിടിച്ചിട്ട് കാണിക്കും. ഇവിടെ എല്ലാം പിടിച്ചങ്ങ് വലിക്കുകയും ഞുള്ളുകയും പിന്നെ അടിവരണൊക്കെ പിടിച്ചങ്ങ് ഞെക്കുമൊക്കെ അമ്മ ഇവര്. എന്നിട്ട് അണ്ണം വന്ന് പിടിച്ചു വരുമ്പോൾ അണ്ണനെ ഇവര് ഒത്തിരി അങ്ങ് അടിക്കും അമ്മ. ആദിവാസി കുട്ടികൾക്കെതിരെ പീഡനമുണ്ടായിട്ടും പട്ടികവർഗ വകുപ്പും പോലീസും ഇതുവരെ കേസെടുത്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. വർഷങ്ങളായി തങ്ങളുടെ കൺവട്ടത്ത് നിന്ന് മാഞ്ഞുപോയ മകനെയും കാത്തിരിക്കുകയാണ് കോഴിക്കോട് പയ്യനാക്കൽ സ്വദേശി ഇബ്രാഹിം. വാർദ്ധക്യാവസ്ഥയിലാണെങ്കിലും മകനെ അന്വേഷിച്ചലയാത്ത ഇടങ്ങളില്ല. 21 വർഷത്തെ ഓർമ്മകൾക്ക് കൂട്ടിരുന്ന് മകൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയാണ് ഇവരെ ജീവിപ്പിക്കുന്നത്. 21 വർഷത്തെ പഴക്കമുണ്ട് മുഹമ്മദ് അഷ്റഫിന്റെ ഓർമ്മകൾക്ക്. എങ്കിലും അവ ഇന്നലകൾ പോലെ വ്യക്തം. ആകെയുണ്ടായ ഒരു ആൺതരിയിൽ പയ്യാനക്കൽ കപ്പക്കൽ കടപ്പുറത്തെ ആ വീട് സ്വപ്നം കാണാൻ തുടങ്ങുമ്പോഴാണ് ഒരു ഏപ്രിൽ 4-ാം തീയതി അഷ്റഫിനെ കാണാതാകുന്നത്. മകനെ തേടി അലയാത്ത വഴികളില്ല. പ്രായത്തെ മറന്ന് പിതാവ് ഇബ്രാഹിമും മാതാവ് ഖദീജയും ഓരോ യാത്രയിലും തിരയുന്നത് വർഷങ്ങൾക്കപ്പുറം നഷ്ടമായ തങ്ങളുടെ മകനെയാണ്. ഓരോ വിളികളെയും പ്രതീക്ഷയോടെയാണ് ആ കുടുംബം കാത്തിരിക്കുന്നത്. 21 കൊല്ലമായി പോയിട്ട് 1994 ഏപ്രിൽ 4-ാം തീയതി പോണതാണ്. ഇവിടെ ഉണ്ടെങ്കിലും തിരിച്ചു വന്ന പോലെ എങ്ങനെയാണെങ്കിലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ടെന്ന് പറയുകയാണെങ്കിലും ഞാൻ അവിടെ പോകും. ആരോടെങ്കിലും കടവുള്ളിയ വാങ്ങിയിട്ടെങ്കിലും ഞാൻ പോകും. അവിടെ പോയിട്ട് അവനെ കൂട്ടിക്കൊണ്ടുപോകും. എവിടെയെങ്കിലും അറിയണ്ടേ. എവിടെ ആയാലും തിരിച്ചെത്തിയാൽ മതി. അതിന് വലിയ ആഗ്രഹമുണ്ട്. അഷ്റഫിന് പുറമെ 4 പെൺമക്കളാണ് ചുമട്ടുതൊഴിലാളിയായ ഇബ്രാഹിമിന് ഉള്ളത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഇബ്രാഹിമിനൊപ്പം ചുമട്ടുതൊഴിലാളിയായി ജോലി ചെയ്തു വരികയായിരുന്നു അഷ്റഫ്. ജോലിക്കിടെ അഷ്റഫ് ഓടിച്ചിരുന്ന ലോറിയിടിച്ച് തൊട്ടടുത്ത സ്ഥാപനത്തിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. 5000 രൂപ നഷ്ടപരിഹാരവും നൽകി. ഈ വേദന മാത്രമാണ് അഷ്റഫിന് ഉണ്ടായിരുന്നതെന്ന് ബാപ്പ ഓർക്കുന്നു. മകന്റെ നിറമുള്ള ഓർമ്മകൾക്ക് മുൻപിൽ ഇപ്പോഴും സ്വപ്നം കാണുകയാണ് ഈ കുടുംബം. മകന്റെ പാസ്പോർട്ടും ഡ്രൈവിംഗ് ലൈസൻസും കാലം മായ്ച്ചു കളയാത്ത ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും മാത്രമാണ് ഇവരുടെ ഓർമ്മകൾക്ക് കൂട്ടുള്ളത്. 21 വർഷങ്ങൾക്കപ്പുറം ആ മകൻ വരുന്നതും കാതോർത്ത്
ഓർമ്മകൾക്ക് മുൻപിൽ പ്രതീക്ഷയുടെ കുപ്പായമണിഞ്ഞ് കാത്തിരിക്കുകയാണ് ഇവർ. വാർദ്ധക്യകാലത്തെങ്കിലും ആ മകൻ വരുമെന്ന വാർത്തയ്ക്കായി കാതോർത്ത്, പിണക്കവും പരിഭവവും ഒന്നുമില്ലാതെ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പീപ്പിൾ ഇമ്പാക്ട്. തൃശൂരിൽ നിന്ന് കാണാതായ 16-കാരനെ തമിഴ്നാട്ടിൽ നിന്ന് കണ്ടെത്തി. 1.5 മാസം മുമ്പ് കാണാതായ ചാവക്കാട് സുനാമി കോളനിയിലെ അഷറഫിന്റെ മകൻ നാസിലിനെയാണ് കണ്ടെത്തിയത്. മക്കളെ കാത്ത് പരമ്പരയിലെ നാസിലിനെ കാണാതായെന്ന വാർത്തയെ തുടർന്നാണ് നാസിൽ തമിഴ്നാട്ടിലുണ്ടെന്ന വിവരം ലഭ്യത്. ആ കുടുംബത്തിൽ നിന്ന് അമ്മയുടെയും നാസിലിന്റെയും പ്രതികരണങ്ങളിലേക്ക്. പോലീസ് തിരുവനന്തപുരം അന്വേഷിച്ച് പോകാം എന്നുള്ളൊരു തീരുമാനത്തിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ വിവരം കിട്ടിയത്. നമ്മൾ കോയമ്പത്തൂർ പോവുകയാണ്. ഈ വിവരം അറിഞ്ഞിട്ട് കോയമ്പത്തൂർ ചെല്ലുമ്പോൾ ഒരു ഫാമിലി വീട്ടിൽ ഉണ്ട്. അവിടുന്ന് അവരിട്ട് നമ്മൾ കൈരളി TV-ക്കാർ ആ ചാനലിനോട് ഞങ്ങൾക്ക് തീരാത്തൊരു കടപ്പാട് ഞങ്ങൾക്കുണ്ട്. എങ്കിലും ഇപ്പം ഞങ്ങളെ വീട് നിറഞ്ഞ സന്തോഷത്തിലാണ്. ഒരു 2 മാസം തികയാത്ത 2 മാസം പോലെ ഞങ്ങൾ ദുഃഖിച്ചെങ്കിലും ഇപ്പം തിരിച്ച് കിട്ടിയപ്പോൾ ഞങ്ങൾ നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഞങ്ങൾ. ആ സന്തോഷം ഞങ്ങൾ കൈരളി TV-ക്കാർക്കും പങ്കുവെക്കണേ ഞങ്ങളുടെ സന്തോഷം. അങ്ങോട്ട് എറണാകുളം എടപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് പണിക്ക് കയറി. അങ്ങനെ അവിടുന്ന് പൈസ മേടിച്ചിട്ട് ഞങ്ങൾ ചെന്നൈക്ക് പോയി. TV-യിൽ വാർത്ത കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി അവരോട് കാര്യം പറഞ്ഞു. ഇവൻ്റെ ഉപ്പയുടെ വീട്ടുകാരോട് കാര്യം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വിളിച്ചോണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വിളിച്ചിട്ട് നാട്ടിൽ നിന്ന് ആൾക്കാർ അങ്ങോട്ട് എത്തി. സമുദായ അംഗങ്ങളുടെ പേരിൽ വെള്ളാപ്പള്ളി നടേശൻ കോടികൾ തട്ടിയതിന്റെ കൂടുതൽ രേഖകൾ പുറത്ത്. മൈക്രോ ഫിനാൻസ് വഴി സമുദായ അംഗങ്ങളിൽ നിന്ന് അധിക പലിശ വാങ്ങി വെള്ളാപ്പള്ളി തട്ടിയെടുത്തത് 2 കോടിയോളം രൂപ. ഓഡിറ്റ് റിപ്പോർട്ട് പീപ്പിൾ TVക്ക് ലഭ്യമായി. 2007 മുതൽ 2010 വരെ 3 വർഷം പിന്നാക്കജാതി ക്ഷേമ കോർപ്പറേഷനിൽ നിന്ന് വെള്ളാപ്പള്ളി വാങ്ങിയത് 7,85,00,000 രൂപ. ഇതിന് കോർപ്പറേഷൻ വെള്ളാപ്പള്ളിയിൽ നിന്ന് ഈടാക്കുന്ന പലിശ 2%. SNDPയുടെ കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങളിൽ നിന്ന് വെള്ളാപ്പള്ളിക്ക് ഈടാക്കാവുന്ന പലിശ 5%. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ ഈടാക്കിയതാകട്ടെ 12% വീതവും. 7% അധികം ഈടാക്കിയതിലൂടെ 3 വർഷം കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ലഭിച്ച കൊള്ളപ്പലിശ 1,94,00,000 രൂപയാണ്. വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ SNDPക്ക് കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങളിൽ നിന്ന് 12% പലിശയാണ് ഈടാക്കിയതെന്ന് അക്കൗണ്ടന്റ് ജനറൽ വ്യക്തമാക്കുന്നു. ദരിദ്രരായവർക്ക് നൽകുന്ന പണത്തിന് കൊള്ളപ്പലിശ വാങ്ങിയിട്ടും വെള്ളാപ്പള്ളിക്കെതിരെ പിന്നാക്കജാതി കോർപ്പറേഷൻ നടപടി സ്വീകരിച്ചില്ലെന്നും ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല, പണം ഏത് പദ്ധതിക്കായി വിനിയോഗിച്ചു എന്ന കാര്യം പരിശോധിക്കാൻ കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമാണ്. പാവപ്പെട്ടവരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് നടപ്പാക്കിയ പദ്ധതി പൂർണ്ണ പരാജയമാണെന്നും ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരത്തിൽ വലിയ ക്രമക്കേടുകൾ നടന്നത് ഓഡിറ്റ് വിഭാഗം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടും 5 കോടി രൂപ കൂടി കോർപ്പറേഷൻ 2014 ജൂണിൽ അനുവദിച്ചു. മാത്രമല്ല 9,20,00,000 രൂപ വരെ വെള്ളാപ്പള്ളി നടേശന് നൽകാമെന്നും പിന്നോക്കജാതി ക്ഷേമ കോർപ്പറേഷൻ ശുപാർശ ചെയ്യുന്നുമുണ്ട്. സമുദായ ക്ഷേമത്തിന്റെ മറവിൽ വെള്ളാപ്പള്ളി കോടികൾ തട്ടുമ്പോഴും എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല എന്നിടത്താണ് സംശയങ്ങൾ ഉയരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് KG ദിനകർ. വയനാട്ടിലും SNDPയുടെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ്. പിരിച്ചുവിട്ട സ്വാശ്രയ സംഘങ്ങളുടെ പേരിലും കുടുംബശ്രീ അംഗങ്ങളുടെ വ്യാജരേഖ ചമച്ചുമാണ് തട്ടിപ്പ്. നിയമ നടപടികൾ ഉണ്ടാകുമോ എന്ന ഭയത്തിലാണ് തട്ടിപ്പിനിരയായവർ. മൈക്രോ ഫിനാൻസിന്റെ ഇടപാടുകളെ സംബന്ധിച്ച വലിയ ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വയനാട് കേന്ദ്രീകരിച്ചുള്ള വൻ തട്ടിപ്പിന്റെ കഥകൾ പുറത്തുവരുന്നത്. SNDP പുൽപ്പള്ളി യൂണിയനിലെ 10 സംഘങ്ങളുടെയും മാനന്തവാടി യൂണിയനിലെ 8 സംഘങ്ങളുടെയും കീഴിലാണ് പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്നും സംഘാംഗങ്ങൾ പോലും അറിയാതെ വായ്പ എടുത്തിട്ടുള്ളത്. 40 ലക്ഷത്തോളം വായ്പകളിന്മേൽ വൻ തിരിമറിയാണ് നടന്നിരിക്കുന്നത്. ഒരു സംഘത്തിന്റെ പേരിൽ 2 ലക്ഷം രൂപ വരെ വായ്പ എടുത്തിട്ടുണ്ട്. പുൽപ്പള്ളി തപസ്യ കുടുംബശ്രീ അംഗങ്ങളുടെ ഫോട്ടോ പതിച്ച വ്യാജരേഖകൾ വരെ ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. വായ്പാ പ്രകാരമുള്ള പദ്ധതി പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനായി പിന്നാക്ക വികസന കോർപ്പറേഷൻ അംഗങ്ങൾ വീട്ടിലെത്തിയപ്പോഴാണ് പലരും സംഭവം അറിഞ്ഞതു തന്നെ. ഞങ്ങളുടെ ഈ ഗുരുജ്യോതി എന്ന് പറഞ്ഞ സംഘം 2 വർഷത്തിന് മുമ്പ് പിരിച്ചുവിട്ട സംഘമാണ്. അപ്പോൾ ആ പിരിച്ചുവിട്ട സംഘത്തിന്റെ സീലും ഫോട്ടോയും വെച്ചിട്ടാണ് ഇവർ ലോൺ എടുത്തിരിക്കുന്നത്. ഈ ഗുരുജ്യോതിയുടെ ഫോട്ടോ കൊടുത്തിട്ട് വേറെ ഏതോ സംഘത്തിന്റെ പേരിൽ അതും ലോൺ എടുത്തിട്ടുണ്ട്. കുടുംബപരമായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ലോൺ എടുക്കാൻ പിന്നാക്ക വികസന കോർപ്പറേഷനിൽ പോകാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് ഞങ്ങൾക്കിപ്പോൾ. ഇക്കഴിഞ്ഞ മാർച്ചിലാണ് തട്ടിപ്പ് വിവരം പുറത്തുവന്നത്. പിന്നാക്ക വികസന കോർപ്പറേഷൻ കൊല്ലം ഓഫീസ് മുഖേനയാണ് വായ്പ അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജില്ലാ ഓഫീസിന് ഇക്കാര്യത്തിൽ കൃത്യമായ വിവരങ്ങൾ ഇല്ല. പരാതി ലഭിച്ചതിന്റെ സാഹചര്യത്തിൽ കോർപ്പറേഷൻ ജില്ലാ ഓഫീസ് ഒരു അന്വേഷണം നടത്തിയിരുന്നു. തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി കൊല്ലം ഓഫീസിലേക്ക് റിപ്പോർട്ടും കൈമാറി. എന്നാൽ റിപ്പോർട്ട് തിഹാർ ജയിലിൽ തടവുകാരിലെ ഇരു ചേരികൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ 2 പേർ കൊല്ലപ്പെട്ടു. സംഘർഷത്തിൽ ഒരു ജയിൽ ഉദ്യോഗസ്ഥനും നിരവധി തടവുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. തിഹാർ ജയിൽ തടവുകാരിലെ ഇരുചേരികൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെയാണ് 2 പേർ കൊല്ലപ്പെട്ടത്. തടവുകാരനായ അനിൽ, ഈശ്വർ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സംഘർഷത്തിൽ ഒരു ജയിൽ ഉദ്യോഗസ്ഥനും നിരവധി തടവുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്.
ഡെപ്യൂട്ടി ജയിൽ സൂപ്രണ്ട് വിനയ് താക്കർക്കാണ് ആക്രമണത്തിനിടെ പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് തടവ് പുള്ളികൾ ഏറ്റുമുട്ടിയത്. തീഹാറിലെ അതീവ സുരക്ഷയുള്ള ജയിലൊന്നിൽ ഈശ്വറിനെ ആരോഗ്യ പരിശോധന കഴിഞ്ഞ് മടങ്ങവേ അനിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ ഇവരെ ദില്ലിയിലെ ദീൻദയാൽ ഉപാധ്യായ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഒരു മാസത്തിനിടെ ഇത് 2ാം തവണയാണ് തീഹാർ ജയിലിലെ തടവുകാർ തമ്മിൽ ഏറ്റുമുട്ടി കൊല്ലപ്പെടുന്നത്. ഈശ്വർ 2007-ലും അനിൽ ചൗധരി 2012-ലുമാണ് തീഹാറിലെ ജയിലിൽ പ്രവേശിക്കപ്പെട്ടത്. ഇതിനു മുൻപും ഇരുവരും തമ്മിൽ ജയിലിനുള്ളിൽ ഏറ്റുമുട്ടിയിരുന്നു. ജയിൽ അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. പനിക്ക് കുത്തിവയ്പ്പെടുത്ത 7 വയസ്സുകാരന്റെ കാൽ തളർന്ന സംഭവം ഡോക്ടറുടെ ചികിത്സാ പിഴവാണെന്ന് കാട്ടി ഡോക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ രംഗത്തെത്തി. കൊല്ലം കടയ്ക്കൽ സ്വദേശി സുരേഷ് കുമാറിന്റെയും രശ്മിയുടെയും മകൻ സൂര്യയ്ക്കാണ് സർക്കാർ ആശുപത്രിയിൽ പനിക്ക് കുത്തിവയ്പ്പെടുക്കുന്നതിനെ തുടർന്ന് ഇടതുകാൽ തളർന്നത്. കഴിഞ്ഞ ജൂൺ 7-നാണ് സുരേഷ് കുമാർ രശ്മി ദമ്പതികളുടെ മകൻ 7 വയസ്സുള്ള സൂര്യയെ പനി ബാധിച്ചതിനെ തുടർന്ന് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് പരിശോധന നടത്തിയ ഡ്യൂട്ടി ഡോക്ടർ കുത്തിവയ്പ്പിനായി എഴുതി നൽകിയെന്നും ശേഷം സൂര്യയ്ക്ക് കുത്തിവയ്പ് എടുത്തുവെന്നും രക്ഷിതാക്കൾ പറയുന്നു. ആശുപത്രിയിൽ നിന്ന് മടങ്ങിയ സൂര്യയുടെ ഇടതുകാലിന് പിറ്റേ ദിവസം നീരുണ്ടായതായും പിന്നീട് ഇതേ ആശുപത്രിയിൽ തന്നെ എത്തിക്കുകയും ചെയ്തു. മറ്റൊരു ഡോക്ടർ പരിശോധന നടത്തി മടക്കി അയച്ചു. സൂര്യയുടെ മാതാവ് രശ്മി: ജൂൺ മാസം 7-ാം തീയതിയാണ് ഞാൻ മോനെ ഹോസ്പിറ്റലിൽ പനിയായിട്ട് കൊണ്ടുവന്ന് ഡ്യൂട്ടി ഡോക്ടറായ സുലൈമാൻ കനിയായിരുന്നു ട്രീറ്റ്മെന്റ് അതിനുശേഷമാണ് കുഞ്ഞിന് ഈ ഒരു അവസ്ഥ. SIT പോയേ പറ്റുള്ളൂ എന്ന് എൻ്റെ നിർബന്ധ പ്രകാരമാണ് അവർ SITയിലേക്ക് കൊണ്ടുതന്നത്. പോയിട്ടും കുഴപ്പമൊന്നുമില്ല, അത് അങ്ങനെയല്ല, മരുന്ന് ഇഞ്ചക്ഷൻ വെച്ചതിന് ശേഷമാണ് എന്ന് പറഞ്ഞിട്ടും അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു ഇതും നമുക്ക് കിട്ടിയില്ല. പിന്നീട് കുട്ടിയെ SIT ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും യാതൊരു മാറ്റവും ഉണ്ടായില്ല. താലൂക്ക് ആശുപത്രിയിൽ കുട്ടിക്കെടുത്ത പാരസെറ്റമോൾ ഇഞ്ചക്ഷന്റെ ഡോസ് കൂടിയതാണ് പ്രശ്നത്തിന് കാരണം. ഇത് ഡോക്ടറുടെ പിഴവാണെന്നും അതിനാൽ സംഭവത്തിൽ അന്വേഷണം നടത്തി ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നു. ഈ ആവശ്യം ഉന്നയിച്ച ആശുപത്രി സൂപ്രണ്ടിനും മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി എന്നിവർക്കും ഇവർ പരാതി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂര്യ വിദഗ്ധ ചികിത്സ നടത്തുകയാണ്. അതേസമയം കുട്ടിയുടെ രക്ഷിതാക്കളുടെ ആരോപണം ഡോക്ടർമാർ നിഷേധിക്കുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജല അതോറിറ്റിയിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം. PSCക്ക് നീക്കിവെച്ച 31 ഒഴിവുകളിലേക്കും ജല അതോറിറ്റി സ്വന്തം നിലയ്ക്ക് നിയമനം ആരംഭിച്ചു. PSC വിജ്ഞാപനം കാത്തിരിക്കുന്ന നിരവധി എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ഇരുട്ടടിയായി. ജല അതോറിറ്റിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലെ 44 ഒഴിവുകൾ താൽക്കാലിക സ്ഥാനക്കയറ്റം വഴി നികത്താൻ സെപ്റ്റംബർ 3-നാണ് ഉത്തരവായത്. PSC വഴി നിയമനത്തിന് നീക്കിവെച്ച 31 ഒഴിവുകളും ഇതിൽ ഉൾപ്പെടുന്നു. നിലവിൽ ഈ തസ്തികകളിലേക്ക് മാനദണ്ഡം ലംഘിച്ച് സ്വന്തം നിലയ്ക്ക് ജല അതോറിറ്റി നിയമനം ആരംഭിച്ചും കഴിഞ്ഞു. ജല അതോറിറ്റിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് PSC 2008 ജൂൺ 30-ന് നടത്തിയ പരീക്ഷയുടെ റാങ്ക് പട്ടിക 2012 ഡിസംബർ 29-ന് അവസാനിച്ചിരുന്നു. ഇതിനുശേഷം ഒഴിവുകൾ പരിഗണിച്ച് 2012 ഡിസംബർ 31-ന് PSC വിജ്ഞാപനം പുറപ്പെടുവിച്ചെങ്കിലും ഇതുവരെയും പരീക്ഷ നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ജല അതോറിറ്റി സ്വന്തം നിലയ്ക്ക് സ്ഥാനക്കയറ്റവും നടത്തുന്നത്. പരീക്ഷ നടത്തുന്നതിൽ PSCയുടെ ഭാഗത്തു നിന്നുണ്ടായ കാലതാമസം കാരണമാണ് വിജ്ഞാപനം നിലനിൽക്കെ സ്വന്തം നിലയ്ക്ക് സ്ഥാനക്കയറ്റം നടത്തുന്നതെന്നാണ് ജല അതോറിറ്റിയുടെ വിശദീകരണം. എന്നാൽ 4 വർഷത്തോളമായുള്ള ഒഴിവുകളിൽ PSCയുടെ പരീക്ഷ കാത്തിരിക്കുന്ന എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് ജല അതോറിറ്റിയുടെ തീരുമാനം വലിയ ഇരുട്ടടിയായി. നിയമനങ്ങളിൽ നിന്നും PSCയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന വൻ ലോബിയുടെ ഇടപെടലാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം. എസ് ഷീജ, തിരുവനന്തപുരം. വെബ് സെർച്ച് എഞ്ചിനായ ഗൂഗിൾ വഴി അശ്ലീല സൈറ്റ് തിരയുന്നവരിൽ കൂടുതൽ പേർ ഇന്ത്യയിലെന്ന് റിപ്പോർട്ട്. ഗൂഗിളിന്റെ ട്രെൻഡ്സ് റിപ്പോർട്ട് പ്രകാരം അശ്ലീല വീഡിയോ തിരഞ്ഞ ആദ്യ 10 നഗരങ്ങളിൽ 6 ഇന്ത്യയിലാണ്. ദില്ലിയിൽ നിന്നാണ് കൂടുതൽ ആളുകൾ ഗൂഗിൾ വഴി പോൺ സൈറ്റുകളിലേക്ക് എത്തിയത്. പൂനെ, മുംബൈ, ഹൗറ, ഉന്നാവോ, ബംഗളൂരു എന്നിവയാണ് പട്ടികയിൽ ഇടം പിടിച്ച മറ്റ് ഇന്ത്യൻ നഗരങ്ങൾ. 2008 മുതലുള്ള തെരച്ചിൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് റിപ്പോർട്ട്. മൃഗരതിയാണ് പൂനെയിൽ നിന്ന് കൂടുതൽ പേർ തെരഞ്ഞത്. ബലാത്സംഗ ദൃശ്യങ്ങൾക്കാണ് കൊൽക്കത്ത, ഹൗറ, ദില്ലി, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ നിന്നും കൂടുതൽ സെർച്ചുകൾ ഉണ്ടായത്. കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ തെരച്ചിലുണ്ടായത് ഉത്തർപ്രദേശിലെ ചെറിയൊരു പട്ടണമായ ഉന്നാവോയിൽ നിന്നാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. റിപ്പോർട്ടിലെ കണക്കുകൾ ശരിയാണെങ്കിലും പല രാജ്യങ്ങളിലും ഗൂഗിൾ പ്രവർത്തന സജ്ജമല്ലാത്തതിനാൽ അപൂർണമാണെന്ന വിലയിരുത്തലുമുണ്ട്. ചൈന, റഷ്യ, ഉത്തര കൊറിയ എന്നിവിടങ്ങളിൽ ഗൂഗിൾ ലഭ്യമല്ല. അമേരിക്കയിലും UK-യിലും ഗൂഗിൾ ഇതര സെർച്ച് എഞ്ചിനുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് സാക്ഷരതാ കുറവാണ് ഗൂഗിൾ വഴി പോൺ സൈറ്റിലേക്ക് എത്തുന്നതിന് ഇന്ത്യക്കാരെ പ്രേരിപ്പിക്കുന്നതെന്നും സൈബർ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി.
അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരെ വലിയ തോതിൽ കുറ്റം പറയേണ്ടെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ന്യൂസ് ഡെസ്ക്. സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസ് വധക്കേസിൽ ജാമ്യം തേടി പ്രതി നിസാം സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. നിസാമിന്റെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. നിസാമിന് വേണ്ടി മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ ഹരീഷ് സാൽവെയാണ് ഹാജരാകുന്നത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി കപിൽ സിബലും ഹാജരായേക്കും. ജസ്റ്റിസ് ദീപക് മിശ്രയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. നേരത്തെ നിസാമിന്റെ ജാമ്യാപേക്ഷ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി തള്ളിയിരുന്നു. കഴിഞ്ഞ ജനുവരി 29 പുലർച്ചെയാണ് തൃശൂർ ശോഭ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിനെ നിസാം ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത്. പെരിഞ്ഞനം ഇരട്ട കൊലപാതക കേസിൽ റിപ്പർ ജയാനന്ദനെ വെറുതെ വിട്ട ഹൈക്കോടതി നടപടി സുപ്രീം കോടതി ശരിവച്ചു. ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. വൈകാരികതയല്ല, തെളിവുകളാണ് കേസുകളിൽ അടിസ്ഥാനമെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. സിറിയയിൽ റഷ്യ ആക്രമണം ശക്തമാക്കി. നിലവിലെ വ്യോമാക്രമണത്തിന് പിന്നാലെ കടലിൽ നിന്ന് മിസൈൽ ആക്രമണത്തിന് കൂടി തുടക്കം കുറിച്ചുകൊണ്ടാണ് റഷ്യ ആക്രമണം കടുപ്പിക്കുന്നത്. സിറിയയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി റഷ്യ നടത്തുന്ന ആക്രമണത്തിലാണ് ചൈനയും പങ്കാളിയാകാൻ ഒരുങ്ങുന്നത്. ഏതാനും ദിവസങ്ങളായി പാൽമിറ അടക്കമുള്ള IS ശക്തി കേന്ദ്രങ്ങളിൽ രൂക്ഷമായ വ്യോമാക്രമണമാണ് റഷ്യ നടത്തിയത്. റഷ്യൻ ആക്രമണം ISന് കനത്ത നാശമുണ്ടാക്കുകയും ചെയ്തു. സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ സൈന്യത്തെ പിന്തുണയ്ക്കാൻ നേരത്തെ തന്നെ റഷ്യ സിറിയയിൽ സൈനികരെ എത്തിച്ചിരുന്നു. എന്നാൽ IS താവളങ്ങളിലല്ല, മറിച്ച് അസദിനെ നേരിടുന്ന വിമതസേനയുടെ കേന്ദ്രങ്ങളാണ് റഷ്യ ആക്രമണം നടത്തുന്നത് ആരോപിച്ച് അമേരിക്കയും മറ്റ് പാശ്ചാത്യ ശക്തികളും രംഗത്തെത്തിയിരുന്നു. എന്നാൽ അതിനിടയിലാണ് ആക്രമണത്തിന് മൂർച്ച കൂട്ടി റഷ്യ കഴിഞ്ഞ ദിവസം മുതൽ കടൽ യുദ്ധത്തിനും തുടക്കമിട്ടത്. കാസ്പിയൻ കടലിൽ നങ്കൂരമിട്ട 4 യുദ്ധക്കപ്പലുകളിൽ നിന്ന് 26 ക്രൂയിസ് മിസൈലുകൾ റഷ്യ IS കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി തൊടുത്തിരുന്നു. ശീതസമരകാലത്തിന് ശേഷം ആദ്യമായാണ് റഷ്യൻ സൈന്യം ഒരു വിദേശ രാജ്യത്ത് സൈനിക ഇടപെടൽ നടത്തുന്നത്. എന്തായാലും റഷ്യയ്ക്ക് പിന്തുണയുമായി ചൈന കൂടി സിറിയൻ യുദ്ധമുഖത്തെത്തുന്നതോടെ ലോകത്തിലെ മുഴുവൻ ശ്രദ്ധയും സിറിയയിലേക്ക് തിരിയുകയാണ്. അമേരിക്കയും സഖ്യസേനയും ഇനി സ്വീകരിക്കുന്ന നിലപാടുകൾ നിർണായകമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്റർനാഷണൽ ഡെസ്ക്. ബീഫ് ഫെസ്റ്റിനെ ചൊല്ലി ജമ്മു കാശ്മീർ നിയമസഭയിലുണ്ടായ കയ്യാങ്കളി കാഴ്ചകളുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാകുന്നു. നമസ്കാരം. ദിവസങ്ങളായി ബീഫ് നിരോധനത്തിന്റെ പേരിൽ ജമ്മു കാശ്മീർ നിയമസഭയിൽ തുടരുന്ന തർക്കങ്ങളാണ് കയ്യാങ്കളിയിലേക്ക് നീങ്ങിയത്. ഗോവധ നിരോധനം കർശനമായി നടപ്പാക്കണമെന്ന ജമ്മു കാശ്മീർ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് വിഷയം സംസ്ഥാനത്ത് സജീവ ചർച്ചയായത്. ഇതിനിടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റം അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കി MLA ഹോസ്റ്റലിൽ ബീഫ് പാർട്ടി നടത്തിയ സ്വതന്ത്ര MLA റഷീദ് എഞ്ചിനീയറുടെ നടപടിയാണ് BJPയെ പ്രകോപിപ്പിച്ചത്. സഭയിലെത്തിയ റഷീദ് എഞ്ചിനീയറെ BJP MLA രവീന്ദ്ര റൈനയുടെ നേതൃത്വത്തിൽ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് അംഗങ്ങൾ BJPക്കെതിരെ തിരിഞ്ഞതോടെ സഭയിൽ ഏറെ നേരം സംഘർഷാവസ്ഥ തുടർന്നു. തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ സഭ ബഹിഷ്കരിച്ചു. MLAയെ കയ്യേറ്റം ചെയ്ത നടപടിയെ മുഖ്യമന്ത്രി മുഫ്തി മുഹമ്മദ് സയ്യിദ് അപലപിച്ചു. എന്നാൽ മതവികാരം വ്രണപ്പെടുത്താനാണ് റഷീദ് എഞ്ചിനീയർ ബീഫ് പാർട്ടി നടത്തിയതെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ നിർമ്മൽ സിംഗ് പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി.